സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ചില വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ. ഒരുപോലെ ഇരിക്കും, കേട്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷേ എഴുതുന്നത് വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷന് ചിലപ്പോൾ വ്യത്യാസം കാണും. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ വാക്കുകൾ മാത്രമല്ല പഠിക്കുന്നത്, അതിൻ്റെ സെൻറ്റൻസും കൂടെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വാക്ക് ഓർത്തിരിക്കത്തില്ല, അത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കാണാതെ പഠിക്കുക, ബുക്കുകളിൽ എഴുതി വെക്കുക, റിപ്പീറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് ഫെയർ എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ, ന്യായമായ എന്നുള്ളതിന് അർത്ഥം. ഫെയർ പ്രൈസ് സ്റ്റോർ നമ്മൾ കണ്ടിട്ടുണ്ട്. ദിസ് ഈസ് എ ഫെയർ പ്രൈസ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ന്യായവില സ്റ്റോറാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ന്യായവില സ്റ്റോറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. അതൊരു ചൊല്ലാണ്. അതായത് എന്താണ്? പ്രേമത്തിലും യുദ്ധത്തിലും എല്ലാം ശരിയാണ്, എല്ലാം ന്യായമാണ് എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുള്ള ഒന്നായിരിക്കും അത്. ഇനി മനോജ് ഹാസ് എ ഫെയർ ഇൻകം. ഹാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മനോജ് ഹാസ് എ ഫെയർ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? മനോജിന് ഒരു തൃപ്തികരമായ, ന്യായമായ ഒരു ഇൻകം ഉണ്ട്. ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഫെയർ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട്, അഴകുള്ള, വെണ്മയുള്ള എന്നുള്ളത്. നമുക്ക് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ഫെയർ ആൻഡ് ലവ്ലി, അല്ലേ? ഇപ്പോൾ ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അവിടെ ഫെയർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അഴകുള്ള, വെണ്മ ഉണ്ടാക്കുന്ന എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഷീ ഹാസ് എ ഫെയർ കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫെയർ കോംപ്ലക്ഷൻ, ഡാർക്ക് കോംപ്ലക്ഷൻ നമ്മൾ പറയാം. അതായത് കുറച്ച് ഇരുണ്ട്, എന്നെ പോലെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഡാർക്ക് കോംപ്ലക്ഷനാണ്. അതേസമയം ഇച്ചിരിയുടെ വെളുത്തിരിക്കുന്നവരെയൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫെയർ എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫെയർ കോംപ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഇച്ചിരി കുറച്ച് വെളുത്ത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി വെളുക്കണം, ഭയങ്കരമായിട്ട് വെളുക്കണമെന്നൊന്നുമില്ല, നമ്മൾ ഏകദേശമൊക്കെ വെളുത്തതിന് നമുക്ക് ഫെയർ എന്ന് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ഓക്കെ, ഷീ ഹാസ് എ ഫെയർ സ്കിൻ ആൻഡ് ഹെയർ. ഇനിയിപ്പോൾ ഈ ഫെയറിന് നമ്മൾ വെളുത്ത എന്ന് മാത്രമല്ലല്ലോ അർത്ഥമുള്ളത്, അഴകുള്ള എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ നല്ല അഴകുള്ള ഒരു സ്കിന്ന് ഉണ്ട്, അതുപോലെ തന്നെ മുടിയും ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഫെയർ സ്കിൻ ആൻഡ് ഹെയർ. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനും ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റൊരു ഫെയർ ആണ് വണ്ടിക്കൂലി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പറയുന്നതെല്ലാം ഒരുപോലെയാണ്, പ്രൊനൗൺസിയേഷൻ ഒരുപോലെയാണ്. അപ്പോൾ ഫെയർ എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലി എന്നുള്ളൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ കൂലി എന്ന് പറയാം. പക്ഷേ കൂലിക്ക് നമ്മൾ കൂടുതലായിട്ടും വേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ വണ്ടിക്കൂലിയാണ് ഫെയർ കൂടുതലായിട്ട് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബസ് ഫെയർ, ട്രെയിൻ ഫെയർ എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഹൗ മച്ച് ഈസ് ദ ഫെയർ? ഇപ്പോൾ നമ്മൾ ചോദിക്കണം എത്രയാണ് പിന്നെ ടിക്കറ്റിന് എത്രയാണ്, അല്ലെങ്കിൽ എത്രയാണ് കൂലി എന്നൊക്കെയുള്ള നമ്മൾ ഹൗ മച്ച് ഈസ് ദ ഫെയർ എന്ന് നമുക്ക് തീർച്ചയായിട്ടും എവിടെ കയറി ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നു, ബസ്സിൽ ചോദിക്കുന്നു, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാവുന്നൊരു കാര്യമാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഞാനും നിങ്ങളോട് കൂടി ഒരു കാറിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഈ കാറിൻ്റെ പൈസ പേ ചെയ്തോളാം. അപ്പോൾ നമ്മൾ ഈ സാധാരണ വാടകയ്ക്ക് എടുക്കുന്ന കാറിനൊക്കെ ക്യാബ് എന്ന് പറയാറുണ്ട്. ഐ വിൽ പേ ദ ക്യാബ് ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പൈസ അടച്ചോളാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ നിങ്ങൾ എൻ്റെ ഈ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ അമർത്തുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ആ അടുത്തുള്ള ബെൽ ഐക്കണിലും നിങ്ങൾ അമർത്തുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എക്സാം നടത്തുന്നുണ്ട്, ഇനി കൂടുതൽ എക്സാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എല്ലാം പങ്കെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നമുക്ക് അടുത്ത് നോക്കാം. ഓൾറെഡി. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നിച്ചാണ് എഴുതുന്ന ഓൾറെഡി. അവിടെ ഒരു എല്ല് മാത്രമേ ഉള്ളൂ. മുമ്പേ തന്നെ അല്ലെങ്കിൽ നേരത്തെ തന്നെ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഐ ഓൾറെഡി ടുക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഭക്ഷണം ഓൾറെഡി ഞാൻ കഴിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ടേക്ക് എ ടുക്ക്, ടേക്കൺ. അപ്പോഴവിടെ ടുക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിക്കുക എന്നുള്ളതിന് ഒരു വാക്കാണ് ഈറ്റ് എന്ന് നമുക്ക് പറയാം, ടേക്ക് എന്ന് പറയാം, അതുപോലെ ഹാവ് എന്ന് പറയാം. ഇത് മൂന്നിനും നമ്മൾ അർത്ഥം എന്താണ്? കഴിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഐ ഓൾറെഡി എയ്റ്റ് ഫുഡ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഐ ഓൾറെഡി ഹാഡ് ഫുഡ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അവിടെ ഹാവ് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ഒരു വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. ഹാവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ്. ഓക്കെ, ഇനി മറ്റൊന്നാണ്, ഒരു എല്ല് കൂടുതലാണ്.
ആ ഐയിൽ കൂടുതലുള്ളത്. അതുപോലെ തന്നെ സ്പേസ് ഉണ്ട്. അതിന് ഓൾ റെഡി എന്നാണ് പറയുന്നത്. മൊത്തം ചെയ്ത് തീർന്നു അല്ലെങ്കിൽ ഫുള്ളി പ്രിപ്പയർഡ് എന്നാണ് എൻ്റെ അർത്ഥം. വി ആർ ഓൾ റെഡി ടു സ്റ്റാർട്ട് ദ മൂവി. അതായത് നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു സിനിമ തുടങ്ങാൻ വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു സീഡി കിട്ടായിരിക്കും സിനിമ കാണുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് വിളിക്കുകയാണ്, എല്ലാം ശരിയായി, അവനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് വി ആർ ഓൾ റെഡി ടു സ്റ്റാർട്ട് ദ മൂവി. ഇനി മറ്റൊന്നാണ് ബർത്ത്. ബർത്ത് എന്ന് പറഞ്ഞാൽ ജനനം എന്നുള്ളൊരു അർത്ഥമുണ്ട്. നമുക്കറിയാം ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒന്നാണ്. ബർത്ത്ഡേ തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നാണ് വരുന്നത് ജനനം എന്നുള്ളതാണ്. ഇനി മറ്റൊരു ബർത്ത് ഉണ്ട്. ഈ ബർത്ത് തീവണ്ടി, അതായത് ട്രെയിനിൻ്റെയൊക്കെ ഉറങ്ങാനുള്ള സ്ഥലമുണ്ടല്ലോ, സീറ്റ് ബർത്ത് എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ലോവർ ബർത്ത്, മിഡിൽ ബർത്ത്, അപ്പർ ബർത്ത് എന്നൊക്കെയല്ലേ പറയുന്നത്. നിങ്ങൾക്കറിയാവുന്നതാണ്. ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ബസ്സിലും ഉണ്ട് കേട്ടോ. ഇപ്പോഴേ നമ്മളിപ്പോൾ സ്ലീപ്പറായിട്ടുള്ള ബസ്സൊക്കെ ആണെങ്കിൽ അതിനുമുണ്ട് ബർത്ത്. ഇനി ലൂസ് എന്ന് പറഞ്ഞാൽ അയഞ്ഞ, നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്ന. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ലൂസ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്ന എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. ഷീ ഈസ് എ ലൂസ് വുമൺ എന്ന് പറഞ്ഞാൽ അവൾ ഒരു യാതൊരു നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്ന എന്നൊരു അർത്ഥമുണ്ട്. ഇനി മറ്റൊന്ന് അയഞ്ഞ എന്നുള്ള, നമ്മുടെ ഷർട്ട് വളരെ അയഞ്ഞതാണ്, എൻ്റെ ഈ ഷർട്ട് വളരെ അയഞ്ഞാണെന്ന് അങ്ങനെ പറയാം. മൈ ഷർട്ട് ഈസ് ലൂസ്, നമ്മൾക്കറിയാവുന്ന അല്ലേ. ദീസ് ഷൂസ് ആർ എ ലിറ്റിൽ ലൂസ്. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 ചാപ്റ്ററിന് മുമ്പ് പഠിച്ചാണ്. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ. എ ലിറ്റിൽ ലൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അയഞ്ഞതാണ്. ദിസ് സ്ക്രൂ ഈസ് ലൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്ക്രൂ അയഞ്ഞതാണ്. ഓക്കെ. ഇനി ലൂസ് എന്നുള്ളതിന് നഷ്ടപ്പെടുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. ലൂസ്, ലോസ്റ്റ്. ഓക്കെ. പ്ലീസ് ഡോണ്ട് ലൂസ് ദിസ് കീ എന്ന് പറഞ്ഞാൽ ഈ കീ നീ നഷ്ടപ്പെടുത്തരുത് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ. ഐ ഹാവ് ലോസ്റ്റ് മൈ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് തീർച്ചയായും ടിക്കറ്റ് എടുക്കുക. ഇനി മറ്റൊന്നാണ് പെട്രോൾ. ഈ പെട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പെട്രോൾ നമ്മളിപ്പോൾ ഈ പമ്പിൽ പോയി അടിക്കുന്ന പെട്രോൾ, അതാണ്. ഇനി അതല്ലാതെ ഈ പെട്രോളിന് മറ്റൊരർത്ഥമുണ്ട്. സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതെന്താണ്, റോന്ത് ചുറ്റൽ എന്നുള്ളതാണ്. അതിപ്പോൾ പോലീസോ അല്ലെങ്കിൽ ആർമിയൊക്കെ റോന്ത് ചുറ്റത്തില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടായി, അപ്പോൾ അവിടെ നിരോധാജ്ഞ പ്രഖ്യാപിച്ചു. അപ്പോൾ പോലീസ് എന്ത് ചെയ്യും, റോന്ത് ചുറ്റും. അതിനെന്താ പറയുന്നത്, ദ പോലീസ് ആർ പെട്രോളിങ് ദ സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ പോലീസ് പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി മറ്റൊന്നാണ് പീസ് എന്ന് പറഞ്ഞാൽ ഒരു പീസും കൂടെ ഇങ്ങോട്ട് ഇടാൻ പറയത്തില്ല. ഇപ്പോൾ മീൻകറി കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ പറയത്തില്ല ഒരു പീസും കൂടെ തരാം. അപ്പോൾ ആ പീസ് എന്താണ്, കഷണം എന്നാണ് എൻ്റെ അർത്ഥം. എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, കഷണം എന്നുള്ളതാണ്. ഇനി എ പീസ് ഓഫ് കേക്കിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള എന്നൊരർത്ഥം. എനിക്കൊന്ന് നമ്മൾ പഠിച്ചത് എ പീസ് ഓഫ് കേക്ക് പഠിച്ചതാണ്. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക, പുറകിലുള്ള ചാപ്റ്ററിലൊന്നും ശ്രദ്ധിക്കുക. നിങ്ങളെ അതിൻ്റെ ഒരു പണി ഏൽപ്പിച്ചു, അന്നേരം നിങ്ങളുടെ മാനേജർ ഇറ്റ്സ് ലൈക്ക് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കഷ്ണം കേക്ക് കൊടുത്തല്ല എൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ അതല്ലാതെ പീസ് ഉപയോഗിക്കുകയാണെങ്കിൽ കഷണം എന്നാണ് എൻ്റെ അർത്ഥം. ഇനി പീസിന് വേറൊരു അർത്ഥമുണ്ട്, സമാധാനം. പക്ഷേ ഈ വേറൊരു അർത്ഥമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിക്കണം. പീസ്, സമാധാനം, സ്വസ്ഥത, സൗകര്യം എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഐ നീഡ് പീസ് എന്ന് പറഞ്ഞാൽ എന്നാണ്, എനിക്കൊരു കഷ്ടം കൂടെ വേണമെന്നല്ല അർത്ഥം. അവിടെ ആ സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് സമാധാനം വേണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനി നിങ്ങൾ ശവക്കല്ലറയിലൊക്കെ പോവുകയാണെങ്കിൽ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമാധാനത്തിൽ വിശ്രമിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾ RIP എന്ന് ചിലപ്പോൾ നിങ്ങളെ ക്രിസ്ത്യൻസിൻ്റെ കല്ലറയിൽ പോയാൽ അതിന് മുകളിൽ RIP എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ അർത്ഥം റെസ്റ്റ് ഇൻ പീസ് എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സമാധാനത്തിൽ വിശ്രമിക്കുന്നു എന്നുള്ളൂ. ഇനിയിപ്പോൾ പ്ലെയിൻ എന്നുള്ള PLANE, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വിമാനം എന്നുള്ള. അടുത്ത് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിരപ്പുള്ള എന്നുള്ളതിന് എൻ്റെ അർത്ഥം. അപ്പോഴേ ഞാൻ ആ താഴത്തേത് മുകളിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് എ പ്ലെയിൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു നിരപ്പുള്ളൊരു സ്ഥലമാണ്. ഇനിയിപ്പോൾ പ്ലെയിനിന് വേറൊരു അർത്ഥമുണ്ട്, സിമ്പിൾ, ലളിതമായ എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഐ ഈറ്റ് പ്ലെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഫുഡ് കഴിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനിയാണ് ജസ്റ്റ് യൂസ് പ്ലെയിൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം. ജസ്റ്റ് യൂസ് പ്ലെയിൻ ഇംഗ്ലീഷ്. അപ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ വളരെ ടഫായിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നതല്ല യഥാർത്ഥത്തിൽ ഫ്ലുവൻസി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സായിപ്പന്മാരോടൊക്കെ സംസാരിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, അവരുപയോഗിക്കുന്നത് പ്ലെയിൻ ഇംഗ്ലീഷാണ്. നമ്മുടേതുപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി ഒന്നും അവർക്കറിയില്ല. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി അവർക്കറിയത്തില്ല. അപ്പോഴത് നിങ്ങൾ ശ്രദ്ധിക്കും. ഇനിയിപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ
അതിൻ്റെ അർത്ഥം എന്താണ്? വില എന്നുള്ളതാണ്. നമ്മൾ ആരോടും ചോദിക്കുകയാണ്, നമ്മളൊരു കടയിൽ ചെന്ന് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണ് എൻ്റെ വില എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു സെൻറ്റൻസ് ആണ്, ദ പ്രൈസ് വെൻറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോ അപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് മുകളിലേക്ക് പോയി എന്നുള്ളതാണ്, അതായത് വില കൂടി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് എ ഗുഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പ്രൈസാണ്. അപ്പോൾ നമ്മൾ ഒരു സുഹൃത്ത് ഒരു സാധനം വാങ്ങിച്ചു, അപ്പോൾ എങ്ങനെയുണ്ട്, വില കൂടുതലാണോ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ദാറ്റ്സ് എ ഗുഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നല്ല പ്രൈസാണ് എന്ന് പറഞ്ഞാൽ വലിയ വില കൂടുതലില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനി പ്രൈസിന് വേറൊരു അർത്ഥമുണ്ട്, അതായത് ഈ ഇസലാട്ടോ പ്രൈസിന് വേറൊരു അർത്ഥമുണ്ടെന്നുള്ള ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. അവിടെ വേറൊരു വാക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സമ്മാനം, പാരിതോഷികം എന്നാണ് എൻ്റെ അർത്ഥം. ഹീ ഗോട്ട് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അവന് ഒന്നാം സ്ഥാനം ലഭിച്ചു. ഓക്കെ, അല്ലെങ്കിൽ ഹി വോൺ ഫസ്റ്റ് പ്രൈസ്. ഇത് രണ്ടും ഒന്നാണ്. ഇനി വോണെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഗോട്ടെന്നും പറയാം. അവൻ കിട്ടിയെന്നും അവൻ വിജയിച്ചു എന്നുള്ള രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഗോട്ട് ഗെറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, വിന്നിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വോൺ. ശ്രദ്ധിക്കുക. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. ഐ ഡോണ്ട് അക്സെപ്റ്റ് ദിസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക. ഞാൻ ഈ പ്രൈസ് ഈ പ്രൈസ് ഞാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജി, എൻ്റെ ക്ഷമാപണം സ്വീകരിക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു കുറ്റമൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ പറയാം, പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജി എന്ന് പറയാം. ഇനി എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒഴികെ എന്നാണ് എൻ്റെ അർത്ഥം. നോ വൺ കെയിം എക്സെപ്റ്റ് ട്രീസ എന്ന് പറഞ്ഞാൽ ട്രീസ ഒഴികെ വേറെ ആരും വന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ജേക്കബ് ലൈക്സ് ഓൾ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ജേക്കബിന് എല്ലാ വെജിറ്റബിൾസും ഇഷ്ടമാണ്. എക്സെപ്റ്റ് ക്യാബേജ് എന്ന് പറഞ്ഞാൽ ക്യാബേജ് ഒഴികെ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. പ്രിൻസിപ്പിൾ. ശ്രദ്ധിക്കുക, നമ്മൾ പലരും പ്രിൻസിപ്പാൾ എന്ന് പറയാറുണ്ട്, പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പ്രിൻസിപ്പിൾ എന്നാണ്. ഇനി രണ്ട് പ്രിൻസിപ്പിൾ നിങ്ങൾ താഴെ കണ്ടാലും വേറൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. സ്പെല്ലിംഗ് നോക്കുക, ഒരെണ്ണം AL ഒരെണ്ണം LE ആണ്. ആദ്യത്തെ നോക്കുക, PRINCIPAL. അതിൻ്റെ അർത്ഥം എന്താണ്? മേധാവി. നമ്മുടെ ഹെഡ് മാസ്റ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ പ്രിൻസിപ്പിളിന് വേറൊരു അർത്ഥമുണ്ട്, പ്രധാനപ്പെട്ട എന്നുള്ളൊരു അർത്ഥമുണ്ട്. വിൻസെൻറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻസെൻ്റ് ആണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പാളല്ല പ്രിൻസിപ്പിൾ. ഇന്ത്യാസ് പ്രിൻസിപ്പൽ എക്സ്പോർട്ട് ഈസ് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ട് എന്താണ്? കോട്ടൺ ആണ് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോഴും നിങ്ങൾ ചിലരൊക്കെ കമൻറ്റ് എഴുതാറുണ്ട്, അല്ല വേറെ എന്തെങ്കിലും ആണെന്ന്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത് സെൻറ്റൻസിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചാണ്. ഇനി മറ്റൊന്നാണ് പ്രിൻസിപ്പളിൻ്റെ വേറൊന്നാണ് നിയമം, സിദ്ധാന്തം അല്ലെങ്കിൽ ധാർമ്മികത എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതും പറയാവുന്നതാണ്. ദിസ് മോട്ടർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് കണ്ടക്ഷൻ. അതായത് നിങ്ങൾ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാണുന്നതാണ് ഈ മോട്ടർ ഏത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് സിദ്ധാന്തം വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് കണ്ടക്ഷൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ വെച്ചാണ് മോട്ടർ വർക്ക് ചെയ്യുന്നത് എന്നാണ്. ഇനി ഇറ്റ് ഈസ് എഗ്നിസ്റ്റ് മൈ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ധാർമ്മികതയ്ക്ക് എതിരാണ് ഇത്. സോ ഐ വിൽ നോട്ട് സൈൻ ദ പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഈ പേപ്പർ സൈൻ ചെയ്യല, അല്ലെങ്കിൽ ദിസ് പേപ്പർ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. എഗ്നിസ്റ്റ് മൈ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊനൗൺസിയേഷൻ രണ്ടും ഒന്നാണ്. നമ്മൾ ഒത്തിരി തെറ്റ് വരുത്തുന്ന ഒന്നാണ്, ദയവായിട്ടത് ശ്രദ്ധിക്കുക. ഇനി ക്വയറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവനായും, കംപ്ലീറ്റ്ലി എന്ന് ഒരു വാക്കുണ്ട്. ദീസ് ടു കേസസ് ആർ ക്വൈറ്റ് ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കേസും വ്യത്യസ്തമാണ്. നമ്മൾ ഒരുപാട് കേസുകളൊക്കെ നിങ്ങൾ TV-യിൽ കാണുന്നതാണ്. ഇപ്പോൾ ചർച്ചകളൊക്കെ ഉണ്ടായാൽ ആൾക്കാർ പറഞ്ഞാണ് ദീസ് ആർ ക്വൈറ്റ് ഡിഫറെൻറ്റ്. ഇനി ക്വൈറ്റ് ഗുഡ് എന്ന് നമ്മൾ പറയാറുണ്ട്, എന്ന് പറഞ്ഞാൽ വളരെ നല്ലത് എന്നാണ്. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ക്വൈറ്റ് ഗുഡ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി ക്വൈറ്റ് സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ക്വയറ്റിൻ്റെ അർത്ഥം നിശബ്ദമായിരിക്കുക, ശാന്തപ്രകൃതിയായ എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, കീപ് ക്വയറ്റ് നമ്മൾ സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ. ഇനി ഷീസ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ അവൾ വളരെ ശാന്തപ്രകൃതിയുള്ള ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് എൻ്റെ അർത്ഥം. ഇനി മറ്റൊന്നാണ്
ക്വിറ്റ് എന്ന് പറഞ്ഞാൽ നിർത്തിക്കളയുക, ജോലിയും മറ്റും ഉപേക്ഷിക്കുക, പുറത്ത് കിടക്കുക എന്നൊക്കെയാണ് നിർത്തി. ഐ തിങ്ക് ഹീ വിൽ ക്വിറ്റ് ദ ജോബ് സൂൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവൻ പെട്ടെന്ന് രാജിവെച്ചേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവൻ രാജിവെക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ അർത്ഥം. ഇനി മറ്റൊന്നാണ് സ്റ്റേഷനറി. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അവിടെ സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റേഷനറി കട എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഈ അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ലേഖന സാമഗ്രികൾ, അതായത് എഴുതാനുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയ്ക്കാണ് സ്റ്റേഷനറി ഷോപ്പ് എന്ന് പറയുന്നത്. ഹീസ് റണ്ണിങ് എ സ്റ്റേഷനറി ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവനൊരു അങ്ങനത്തെ റണ്ണിങ് എന്ന് പറഞ്ഞാൽ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അവൻ്റെ സ്റ്റേഷനറി ഷോപ്പ് നടത്തുകയാണ്. ഇനി മറ്റൊന്ന് സ്റ്റേഷനറി അനങ്ങാത്ത, മാറ്റമില്ലാത്ത, നോട്ട് മൂവിങ് എന്നാണ് എൻ്റെ അർത്ഥം. എ സ്റ്റേഷനറി കാർ എന്ന് പറഞ്ഞാൽ തന്നെ അതവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, കുറേ നാളായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേഷനറി കാർ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാത്ത കാർ, അല്ലെങ്കിൽ എഞ്ചിൻ ഇല്ലാത്തൊരു കാറാണ് ഓട്ടിക്കും. ഇങ്ങനെ നമ്മളൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുക ഒരു കാറിൻ്റെ, അപ്പോൾ നമ്മൾ പറയുന്നത് സ്റ്റേഷനറി കാർ എന്നാണ്. പ്രൊനൗൺസിയേഷൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഒന്നാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റൊന്നാണ് വീക്ക്. വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ച. ഇത് നമ്മൾ പലപ്പോഴും എഴുതുമ്പോൾ തെറ്റുകൾ വരുത്തുന്നതാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കാനാണ്. ആഴ്ച 7 ദിവസം എന്നുള്ളതാണ്. ദെയർ ആർ 7 days in a week എന്ന് പറഞ്ഞാൽ എത്ര ദിവസമുണ്ട്? 7 ദിവസമുണ്ട്. വീക്ക് ഡേയ്സ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വീക്ക് ഡേയ്സ് എന്ന് പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ വീക്ക് ഡേയ്സ് ആണ്. വീക്കെൻഡ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ സാറ്റർഡേ സൺഡേ ആണ്. ഇനിയിപ്പോൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ അവർക്ക് വീക്കെൻഡ്സ് ചിലപ്പോൾ ഫ്രൈഡേ ആയിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഡിപ്പെൻഡ്സ്, നമ്മൾ ആ താമസിക്കുന്ന സ്ഥലം അനുസരിച്ചിരിക്കും. പക്ഷേ യൂണിവേഴ്സലായിട്ട് കൂടുതൽ സ്ഥലങ്ങളിൽ സാറ്റർഡേ സൺഡേ ആണ് എന്തെന്ന് പറയുന്നത് വീക്കെൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഏകദേശം 97 മുതലുള്ള ചാപ്റ്ററിൽ ഞാനൊരു വീഡിയോ ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഏകദേശം 97 മുതൽ 110 വരെയുള്ള ചാപ്റ്ററുകളിലെ വീഡിയോ ഡിക്ഷണറിയാണ് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. ഇനി മറ്റൊന്നാണ് വീക്ക്, WEAK, വീക്ക്, ദുർബലമായ, നോട്ട് സ്ട്രോങ് എന്നാണ് എൻ്റെ അർത്ഥം. ഹീ ഈസ് വെരി വീക്ക്, വളരെ വീക്കാണ്. സോ ഹീ ഷുഡ് മീറ്റ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ സോ അവിടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറൊരു സെൻറ്റൻസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഹി ഷുഡ് മീറ്റ് എ ഡോക്ടർ. ഈ ഷുഡിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പഠിച്ചതാണ്, നമ്മൾ പറയണം, കാണേണ്ടതാണ് ഷുഡ്. പക്ഷെ നിർബന്ധം പറയാൻ പറ്റില്ല. നിർബന്ധമുള്ളതാണെന്നുണ്ടെങ്കിൽ മസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഒരു റിക്വസ്റ്റാണിത്. നിങ്ങൾക്ക് എൻ്റെ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അൺലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എൻ്റെ ഈ പാഠങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും അത് അവർക്കും കൂടെ പ്രയോജനം ഉണ്ടാകട്ടെ. ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഷെയർ ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അൺലൈക്ക് അടിക്കുക പോവുക. ഡോണ്ട് വറി. ഇവിടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.